ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയുടെ എവങ്കേലിയത്തിനെ ആസ്പദമാക്കിയുള്ള വചനപ്രഘോഷണം. ജീവന്റെ വചനം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. 35-ാം വാക്യം ഇങ്ങനെ ബൈബിൾ നമ്മളോട് പറയുന്നു: ആകയാൽ നിങ്ങൾ ഉണർന്നിരിപ്പീൻ, യജമാനൻ സന്ധ്യയ്ക്കോ പാതിരാത്രിക്കോ കോഴി കൂവുമ്പോഴോ പ്രഭാതത്തിലോ വരുന്നത് നിങ്ങൾ അറിയുന്നില്ല. യേശു തൻ്റെ മക്കളോട് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അവൻ വീണ്ടും വരുമെന്നുള്ള സത്യത്തിൽ നിലനിന്നുകൊണ്ട് വ്യക്തിഗതമായും കുടുംബമായിട്ടും ദേവാലയമായിട്ടും സമൂഹമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ മക്കൾ അനുഷ്ഠിക്കേണ്ടതായ കടമകളെ വ്യക്തമായി പറയുകയാണ്. യേശു കർത്താവിൻ രക്ഷകനാണെന്നും അവൻ്റെ രക്ഷയുടെ ദൗത്യം ജീവിതത്തിലും വാക്കുകളിലും പ്രവർത്തനങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തികളിലും ദേവാലയങ്ങളിലും പ്രകടിപ്പിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് യേശു ഉദാഹരണത്തിൽ കൂടി പറയുകയാണ്. യജമാനൻ തൻ്റെ വേലക്കാരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് അവരുടെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് വേലക്കാരനോട് കാവൽ നിൽക്കുവാൻ പറഞ്ഞിട്ട് ദൂരദേശത്ത് പോവുകയാണ്. അപ്പോഴേ ദൂരദേശത്ത് വരുന്നത് വരെ ഉണർന്നിരിപ്പീൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് നിർവഹിച്ചില്ല എങ്കിൽ അതിൻ്റെ അന്ത്യം ദാരുണമാണ്. ഈ ഭൂമുഖത്തും വരും ലോകത്തും എന്ന് ഓർപ്പിക്കുകയാണ്. 2025 സെപ്റ്റംബർ മാസം 10-ാം തീയതി 12:30 യൂത്ത ക്യാമ്പസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അമേരിക്കയുടെ പോഡ്കാസ്റ്ററും വലിയ പ്രസംഗകനും അപ്പോളജിസ്റ്റും എഴുത്തുകാരനും പ്രസംഗക്കാരനുമായ ചാർലി കെർക്ക് വെടിയേറ്റ് മരിക്കുകയാണ് 3000 കുട്ടികളുടെ മുന്നിൽ വെച്ച്. വെടിവെച്ചവൻ 22 വയസ്സായ ടൈലർ റോബിൻസനാണ്. 2 ദിവസം കഴിഞ്ഞ് സ്വന്തം അപ്പൻ മകനെ ജയിലധികാരികൾക്ക് പോലീസിൽ ഏൽപ്പിക്കുകയാണ്. അപ്പന് അനുഭവിച്ച വേദനകള്, തൻ്റെ റെസ്പോൺസിബിലിറ്റി താൻ നിർവഹിക്കാത്തതുകൊണ്ട് അപ്പൻ പറയുന്നു, 27 നീണ്ട വർഷക്കാലം ഞാൻ അമേരിക്കയിലെ ഷെരീഫ് പോലീസ് ജോലിയായിരുന്നു. ഇന്ന് ഞാൻ രാജിവെക്കുന്നു, എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത്. 2 റിമോഴ്സ്. ദൈവതിരുസനയിൽ ഞാൻ തെറ്റുകാരനാണ്. എൻ്റെ മകനെ ദൈവപാതയിൽ നടത്തേണ്ട ഉത്തരവാദിത്വം അവൻ തെറ്റിപ്പോയപ്പോൾ തിരിക്കേണ്ടത്, ശാസിക്കേണ്ടത്, അടിക്കേണ്ടത്, അവനെ നയിക്കേണ്ട പാത ഞാൻ ചെയ്യാത്തത് കൊണ്ട് ഇതാ എൻ്റെ മകനെ ഞാൻ ഏൽപ്പിക്കുന്നു. അവന് ഞാൻ ലോയറെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. അവന് മരണശിക്ഷ അമേരിക്കൻ കോർട്ട് വിധിക്കണമെന്ന്. അതുകൊണ്ട് അവസാനിച്ചില്ല. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ $100,000 അമേരിക്കൻ ഡോളറാണ് ഈ കൾപ്രിറ്റിനെ കണ്ടെത്തി തിരിച്ചു കൊടുക്കുന്നവനെ കൊടുക്കുന്നത്. ഈ അപ്പന് ലഭിക്കേണ്ട $100,000 അമേരിക്കൻ ഡോളർ കൊടുത്തപ്പോഴേ അപ്പൻ പറഞ്ഞത് ഇതൊരു ബ്ലഡ് മണിയാണ്, സ്വീകരിക്കുകയില്ല എന്ന്. എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കൾ മറക്കരുത്, യേശു ഏൽപ്പിച്ച ഉത്തരവാദിത്വം വേണ്ട സമയത്ത് ശാസനയാലാകാം, ശിക്ഷകളിലാകാം, വാക്കുകളിലാകാം, പ്രവർത്തനങ്ങളിലാകാം, വ്യക്തിഗതമായി പാലിക്കേണ്ടതും കുടുംബമായി നടത്തേണ്ടതും നിർവഹിച്ചില്ല എങ്കിൽ ഈ അപ്പൻ്റെ ദാരുണ അവസരം അല്ലെങ്കിൽ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലകൾ വണക്കി പ്രാർത്ഥിക്കുന്നു. യേശു എന്ന മഹാദൈവമേ, നീയാണ് ദൈവം, നീയാണ് സത്യം, നീയാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങള്. നീ എപ്പോൾ വരുമെന്ന്, അത് സന്ധ്യയ്ക്കാകാം, പാതിരാത്രിക്കാകാം, കോഴി കൂകുമ്പോഴാകാം, പ്രഭാതത്തിലാകാം, എപ്പോഴെന്നറിയില്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാം പാപരഹിതരായി നിന്റെ
വിശുദ്ധ ദൂതിന് അവകാശികളായി വ്യക്തികളും കുടുംബങ്ങളും ദേവാലയങ്ങളും നിന്നെ പ്രകാശിപ്പിക്കുകയും ശാസിക്കേണ്ട മേഖലയിൽ ശാസിക്കുകയും ശിക്ഷിക്കേണ്ട മേഖലയിൽ ശിക്ഷിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് ദർശനം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പിതാവിൻ്റെ ടൈലർ റോബിൻസിന്റെ അപ്പന്റെ അനുഭവം ഞങ്ങൾക്കാർക്കും ഇനി ഉണ്ടാകാതിരിക്കുവാൻ യേശുവേ നിന്റെ പരിശുദ്ധാത്മാവിനാല് നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വ്യക്തമായി മനസ്സിലാക്കുവാനും അപ്രകാരം നിന്റെ മുഖത്ത് നോക്കി ധീരതയോടെ നിർവഹിക്കുവാനും ഓരോ വ്യക്തികളെയും അനുവദിക്കട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനസന്ധ്യ